ഇറാനുമായുള്ള യുദ്ധത്തിൽ തകർന്നത് 16 US യുദ്ധവിമാനങ്ങൾ. ട്രംപിന് നഷ്ടം കോടികൾ. ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ചത് മുതൽ ഇതുവരെ ആളില്ലാ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 16 യുദ്ധവിമാനങ്ങൾ തകർന്നതായി റിപ്പോർട്ടുകൾ. ഇതിൽ ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന 10 റീപ്പർ സ്ട്രൈക്ക് ഡ്രോണുകൾ. യുദ്ധം 3-ാം വാരത്തിലേക്ക് കടക്കുമ്പോഴാണ് അമേരിക്കയ്ക്ക് ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തകർക്കപ്പെട്ട റീപ്പർ ഡ്രോണുകളിൽ ഒരെണ്ണം ആകാശത്ത് വെച്ചും ഒരെണ്ണം ജോർദാനിലെ ഫീൽഡിൽ വെച്ചുമാണ് തകർന്നത്. പൈലറ്റ് ഇല്ലാത്ത ഇത്തരം ഡ്രോണുകൾ അപകട സാധ്യത കൂടുതലുള്ള യുദ്ധമേഖലകളിൽ ഉപയോഗിച്ചു. ഇറാന്റെ ആക്രമണം കൂടാതെ അപകടങ്ങൾ മൂലവും US-ന് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുവൈറ്റിൽ 3 USS F-15 വിമാനങ്ങൾ ഫ്രണ്ട്ലി ഫയർ മൂലം തകർന്നത് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതിനു പുറമെ ഇന്ധനം നിറയ്ക്കുന്നതിനിടെ അപകടത്തിൽ ഒരു KC-135 എന്ന ടാങ്കർ വിമാനം തകരുകയും US സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. മാത്രമല്ല, സൗദി അറേബ്യയിലെ എയർഫീൽഡിൽ പാർക്ക് ചെയ്തിരുന്ന 5 KC-135 വിമാനങ്ങൾക്ക് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു. കൂടാതെ ഇറാന്റെ വെടിയേറ്റതിനെ തുടർന്ന് അത്യാധുനിക F-35 യുദ്ധവിമാനം മധ്യേഷ്യയിലെ ഒരു ബേസിൽ അടിയന്തരമായി ഇറക്കിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. യുദ്ധത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ഗൾഫ് യുദ്ധത്തിലേതിനേക്കാൾ കൂടുതൽ ആക്രമണങ്ങൾ അമേരിക്കയും വിമാനങ്ങളുടെ ഈ വലിയ തോതിലുള്ള ഉപയോഗം നാശനഷ്ടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായതായും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായി തകർക്കാനോ ഇറാനുമേൽ സമ്പൂർണ്ണ വ്യോമാധിപത്യം സ്ഥാപിക്കാനോ അമേരിക്കയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കാനുള്ള ആദ്യകാല ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും പൂർണ്ണ വ്യോമ മേധാവിത്വം കൈവരിക്കുക ബുദ്ധിമുട്ടാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാനിയൻ വെടിവെപ്പിൽ ഇടിച്ചതിനെ തുടർന്ന് ഒരു USS-35 യുദ്ധവിമാനം അടുത്തിടെ ഒരു പ്രാദേശിക വ്യോമതാവളത്തിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്താൻ നിർബന്ധിതരായി. എന്നാൽ പൈലറ്റ് രക്ഷപ്പെട്ടുവെന്ന് സെൻകോം ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. ഇറാനിയൻ വ്യോമാതിർത്തിയുടെ ചില ഭാഗങ്ങളിൽ പ്രാദേശിക വ്യോമ മേധാവിത്വം മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ എന്ന് US സൈനിക ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു. ഇത് നിലവിലുള്ള പ്രവർത്തന വെല്ലുവിളികളെ എടുത്തു കാണിക്കുന്നു. സജീവമായ വ്യോമ പ്രതിരോധത്തിന്റെ തുടർച്ചയായ സാന്നിധ്യം ഹോർമുസ് കടലിടുക്ക് പോലുള്ള പ്രധാന റൂട്ടുകൾ സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങളെ സങ്കീർണമാക്കുന്നു. ഉയർന്ന തീവ്രതയുള്ള പ്രവർത്തനങ്ങളിൽ അപകടങ്ങൾ അസാധാരണമല്ലെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. KC-135കളുമായി ദുരന്തപൂർണമായ മിഡ് എയർ കൂട്ടിയിടി പോലുള്ള ഇടയ്ക്കിടെയുള്ള അപകടങ്ങൾ വലിയ ഉയർന്ന ടെമ്പോ, ഉയർന്ന മർദ്ദമുള്ള പോരാട്ട പ്രവർത്തനങ്ങളിൽ ദൗർഭാഗ്യകരമായ സാധ്യതയാണെന്നും ജസ്റ്റിൻ ബ്രോങ് പറഞ്ഞു. അതേസമയം 2011 ലിബിയയിൽ നടന്ന സൈനിക ഇടപെടലിൽ US പങ്കെടുത്ത അവസാനത്തെ വലിയ തോതിലുള്ള വ്യോമാക്രമണത്തിൽ 4 മാസത്തിനിടെ 3 യുദ്ധനഷ്ടങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതിലൊന്ന് US നാവികസേനയുടെ ഡ്രോൺ ആയിരുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വ്യോമാക്രമണങ്ങളിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആദ്യ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നുവെങ്കിലും അവയെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും വ്യോമ മേധാവിത്വം സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഇതുവരെ അവ്യക്തമായി തുടരുന്നു. അതേസമയം ടെഹ്റാൻ ഗൾഫ് അയൽക്കാർക്കെതിരായ പ്രതികാര ലക്ഷ്യങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇറാനിയൻ വെടിവെപ്പിൽ തകർന്നതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ ഒരു US വ്യോമതാവളത്തിൽ ഒരു നൂതന F-35 യുദ്ധവിമാനം അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയതായി CNN റിപ്പോർട്ട് ചെയ്തു. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായും പൈലറ്റ് സ്ഥിരതയുള്ള നിലയിലാണെന്നും US സെൻട്രൽ കമാൻഡ് വക്താവ് അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.